ആ ആ. ഒരു ഒറ്റയൊന്നിനും ഞാൻ വെറുതെ വിടില്ല, എല്ലാത്തിനും ഞാൻ കൊല്ലും. ഹലോ, ഇതെന്താ പട്ടാപ്പകലും കൊതുകിനെ കൊല്ലലിനാ പണി? എങ്ങനെ കൊല്ലാതിരിക്കും? ഭാര്യയ്ക്ക് ഡെങ്കിപ്പനിയാ. ഈ നശിച്ച കൊതുകുകൾ കാരണമല്ലേ അതുണ്ടായത്. അയ്യോ, എന്നിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? കാണിച്ചല്ലോ. അപ്പോഴല്ലേ മനസ്സിലായത് ഡെങ്കിപ്പനിയാന്ന്. ആളിപ്പോൾ റെസ്റ്റില്ല. അതേതായാലും നന്നായി. പറഞ്ഞ പോലെ ഇവിടെ നല്ല കൊതുകാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ യുദ്ധം തുടങ്ങിയത്. ഒരൊറ്റ കൊതുകിനെ ഞാൻ വെറുതെ വിടില്ല. എന്നോടാ കളി. യുദ്ധം നല്ലതാ, പ്രത്യേകിച്ച് കൊതുകുകളോട്. പക്ഷേ അതിനാദ്യം ചെയ്യേണ്ടത് ഇതല്ല. പിന്നെ പറമ്പിലും പരിസരത്തൊക്കെ നോക്കാറുണ്ടോ? വല്ലയിടത്തും വെള്ളം കെട്ടിക്കിടക്കണ്ടോന്ന്? കുപ്പിയിൽ, ചിരട്ടയിൽ, വലിച്ചെറിഞ്ഞ പാത്രങ്ങളിൽ. അതിനൊക്കെ ആർക്കും നേരം? എന്നാൽ അതിനാണ് നേരം കണ്ടെത്തേണ്ടത്. ദാ, നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പല പാത്രങ്ങളിലും വെള്ളം കെട്ടിക്കിടക്കാൻ ഒരു ചാറ്റൽ മഴ പെയ്താൽ മതി. അതുപോലെ വീടിനകത്തെ ഫ്രിഡ്ജിലെ ട്രേ, ചെടിച്ചട്ടികളുടെ ട്രേ, ചിരട്ടകൾ, ഇവിടെല്ലാം വെള്ളം കെട്ടിക്കിടക്കും. ഇവിടങ്ങളിലാണ് ഈഡിസ് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നത്. അതുകൊണ്ട് അപ്രകാരം സംഭവിക്കാനുള്ള സാഹചര്യങ്ങൾ എത്രയും പെട്ടെന്ന് ഒഴിവാക്കണം. സത്യത്തിൽ ഞാനിതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. ശ്രദ്ധിക്കണം, നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. അതുകൊണ്ട് കൊതുകുകൾക്ക് വളരാനുള്ള ഒരു സാഹചര്യവും അനുവദിച്ചുകൂടാ. ഉറവിട നശീകരണങ്ങളിൽ എല്ലാവരും പങ്കാളികളാവുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. ഡെങ്കിപ്പനി മാരകമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ദുരന്തം.